ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ്. നോക്കൂ, നമ്മളങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഷ്ടപ്പെട്ട് ഈ കാണുന്ന ഇവിടെയൊക്കെ കുഴിച്ച് ലെവലാക്കി കുളം, തോടിൻ്റെ ഓരോ ഭാഗങ്ങൾ, പിന്നെ അതേപോലെ 1 2 3 4 4 ഉള്ളൂ 4 മല, പിന്നെ ഉള്ള ചണച്ചാക്ക് സംഭവങ്ങളൊക്കെ കീറിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്ത് ഞങ്ങൾ ഒരു ദിവസം എടുത്തില്ല കേട്ടോ. 2-3 മണിക്കൂർ കൊണ്ട് ഏകദേശം ഇത്രയൊക്കെ ആക്കി വെച്ചു. ഇനിയിപ്പം എന്നെ സംബന്ധിച്ചാൽ ലിബിൻ ഇവിടെ മണ്ണിടുക കേട്ടോ. അതായത് ഞങ്ങൾ ആദ്യം അതിൻ്റെ ഉള്ളിൽ വെട്ടുകളൊക്കെ വെച്ച് ചകിരിയൊക്കെ നിറച്ച് മലയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മണ്ണ് വേണം. അതായത് ഈ ചണച്ചാക്കിൽ തേച്ച് പിടിപ്പിക്കാൻ മണ്ണ് വേണം. അപ്പോൾ മണ്ണ് ലിബിൻ അയലൊക്കത്തെ വീട്ടിൽ നിന്ന് എടുക്കണം. 5 വട്ടമൊന്നും പോരാ, 5 വട്ടമൊന്നും പോരാ. കുഴച്ച് തേക്കണ്ടേ? കുഴച്ച് തേക്കണം. പിന്നെ നമുക്ക് കിട്ടുള്ളൂ അതിന്. ആണോ? അതായത് അതിൻ്റെ പിന്നെ ഈ തോടൊക്കെ ഒഴുകുന്ന സംവിധാനത്തിന് മറ്റേ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഷീറ്റ്, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മണ്ണുകൊണ്ട് തേച്ച് വേണം അതൊക്കെ ലെവലൊക്കെ. കുറച്ച് പരിപാടിയുണ്ട്. എവിടെ നിന്നാണ് നീ എടുക്കുന്നത്? ഏത് പോകാടാ? ആണോ? ഓക്കെ. നോക്കൂ, പുൽക്കൂട് പിന്നെ എന്നാ പറയുക, ഇച്ചിരി പിന്നെ പണിയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ സ്പോൺസർ ചെയ്തു അല്ലേ? ഗൈസ് നോക്കൂ, അവിടുന്ന് മണ്ണെടുക്കണം. പുള്ളിനോട് പോസ്റ്റ് ആക്കിയിട്ടാണോ പോയേ? ഗൈസ് നോക്കൂ, തങ്ങനയുടെ ഫീസിലടിച്ചിരിക്കുകയാണോ? ഗൈസ് നോക്കൂ, അതായത് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഗൈസ് നോക്കൂ, ഇവിടെ നിന്നാട്ടോ മണ്ണെടുക്കുന്നത്. ഇത് കുഴപ്പമില്ലട്ടോ പിന്നെ, ഇത് സൂപ്പർ മണ്ണാണ്. ഗൈസ് നോക്കൂ, ഇതിനും കുഴയ്ക്കണം. കുഴച്ചിട്ട് ഓരോ മലയിലും പിന്നെ അതേപോലെ തന്നെ ഈ തോടൊക്കെ ഉണ്ടാക്കുമ്പം അവിടെയൊക്കെ ഈ സാധനം വേണം നമുക്കിനി എന്ത് ചെയ്യാൻ വേണ്ടി, തേക്കാൻ വേണ്ടി. ഇന്ന് രാത്രി തന്നെ ഏകദേശം ഒരു 30% പണി തീർക്കണം. ഇവിടെ ഒരു വേസ്റ്റ് കുഴിയുടെ ആവശ്യമുണ്ടോ? വേസ്റ്റ് കുഴി വേണോ? ഗൈസ് നോക്കൂ, അതായത് ഒരു അറിവിനാ കുഴി എടുത്തിട്ടേ. ഗൈസ് നോക്കൂ അല്ലേ? ഗൈസ് നോക്കൂ, എന്നിട്ട് ഈ മണ്ണുകൊണ്ട് വേണം ഇന്ന് 90% പണി നമുക്ക് തീർക്കണം. എന്നിട്ട് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും പുൽക്കൂടിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഇറക്കി ഓരോന്നൊക്കെ ലെവലാക്കി വരണം കേട്ടോ. അതെല്ലാം പൊങ്ങി കിളുത്തു. അതിലിനി ഏതൊരു സാധനം കൂടെ കിളുക്കാനുള്ളൂ. 24 ആകുമ്പോഴത്തേക്കും ചില്ലെന്ന് പറഞ്ഞിരിക്കുമല്ല. പിന്നെ അല്ലേ? ഗൈസ് നോക്കൂ, ഇനിയിപ്പോൾ ഇതും കൊണ്ട് ലേറെ അങ്ങോട്ട് അതിൻ്റെ കൂടെ തന്നെ പോകുന്ന ചേമ്പാ ആണോ? ഗൈസ് നോക്കൂ, ഇനിയിപ്പോൾ ഇതുകൊണ്ട് നേരെ അങ്ങോട്ട് പോകുന്നു, അവിടെ കൊണ്ടുവരുന്നു, നിരന്തരം വരുന്നു. അതാ പിടിച്ചോ പോട്ടെ. ആണോ? ഗൈസ് നോക്കൂ, ഇനിയിപ്പം ഇതുകൊണ്ട് നേരെ ഇവൻ വീട്ടിലേക്ക് പോവാണ്. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കപ്പഴം ഇപ്പോഴോ? ഓ മൈ ഗോഡ്, 1 പീസ് ഗീമി. ഗൈസ് നോക്കൂ, ചക്കപ്പഴം പുള്ളിയുടെ ബഡ്ഡാ കേട്ടോ. ഞാൻ കൊണ്ടോട്ടെ? ഗൈസ് നോക്കൂ, അങ്ങനെയെങ്കിൽ ഇനി വീഡിയോ പിടിച്ചുകൂടെ വന്നാൽ മതിയല്ലോ. ഗൈസ് നോക്കൂ, അതായത് ബഡ് പ്ലാവാണ്. ഇപ്പം ശരിക്കും ഇതിൻ്റെ സമയമല്ലല്ലോ അങ്ങനെ ചേട്ടാ. ഗൈസ് ഇപ്പം ഇതിൻ്റെ സമയമല്ല കേട്ടോ. അതായത് ഇത് ബഡ് പ്ലാവ് ആയതുകൊണ്ട് 12 മാസം കഴിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് നേരെ ഇതേപോലെ ഇനി 5-6 കൊട്ട എടുക്കണം. 5-6 കൊട്ട എടുത്തിട്ട് അത് അതിൻ്റെ ഇടണം. എന്നിട്ട് അതെല്ലാം കുഴയ്ക്കണം. എന്നിട്ട് അതിൻ്റെ കല്ല് കളഞ്ഞിട്ട് കുഴയ്ക്കാൻ പണിയുണ്ട് കേട്ടോ. ഇന്ന് രാത്രി മൊത്തം ഇതിൻ്റെ പരിപാടി ആയിരിക്കും. കാരണം ദിവസങ്ങൾ ഇങ്ങനെയും വലുതായിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ പരിപാടികളെല്ലാം പാള് കിട്ടും. ലിബി അതിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട്, ഞാനും പുറകെ പോട്ടെ കേട്ടോ. ഗൈസ് ഓരോന്നായിട്ട് തീർക്കട്ടെ. ഗൈസ് നോക്കൂ, ഷീറ്റ് അടിച്ചിട്ട് എങ്ങനെയുണ്ട്? കിട്ടില്ലേ? നാളത്തോടുകൂടി ഗേറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയും. 4 സൈഡും അടിച്ചു. അതായത് ഇവിടെ അടിച്ചു, പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ അടിച്ചു, ഇവിടെ അടിച്ച സെറ്റപ്പ്. ഞാൻ ഒട്ടും ഇത്ര ഫിനിഷിങ് പ്രതീക്ഷിച്ചല്ല. ഞാൻ വിചാരിച്ച വെറുതെ ഷീറ്റ് അടിക്കുക, കമ്പി വെച്ചെന്നാ. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. മണ്ണെടുക്കാൻ പോവല്ലേ? ഗൈസ് ഒരു ചക്കയുണ്ട്, മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചക്ക. അപ്പോൾ ചക്ക കൊടുക്കട്ടെ. ചക്ക കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടും. ഇപ്പോൾ ചക്കയുടെ സമയമല്ലല്ലോ, അവിടെ ആട്ടോ ലിബിനെല്ലാ കാര്യം ചെയ്യുന്നത്. ഇങ്ങനെ അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് ഓരോ പരിപാടിയാണ്. അതിനിടയ്ക്ക് എനിക്ക് എഡിറ്റിംഗ് വർക്ക് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. JSRും പുള്ളിക്കാരെയൊക്കെ കർണാടകയ്ക്ക് എൻ്റെ ഓമിനെയും കൊണ്ട് കറങ്ങാൻ പോയത് കേട്ടോ. എന്നാ ചക്ക അവരമ്മ ചക്ക വേണം എന്നായേ. ഞാൻ ഇനി നേരെ മേലോട്ട് പോയിട്ടോ. അവിടെ ഞാൻ ഇത് അതായത് പയറ്, തെന, ഗോതമ്പ്, മുത്താറി, ഇത്ര സാധനം അവിടെ ഇത് ചെയ്യാനിട്ടുണ്ട്. അതായത് കിളുക്കാൻ വേണ്ടി വെയിലൊക്കെ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് കേട്ടോ. ഇതുണ്ടോ? ഓ അരേ വാ
ഇനി ഇത് മാറ്റിയേക്കാം. അടിപൊളി. ഓ പയർ പിടിച്ചേട്ടാ. ചെറുപയർ, ഇത് ചെറുപയറാണ്. വേണ്ട, ഇതേ ചെറുപയർ ഒരെണ്ണം പിടിച്ചു, ചെറുപയർ 2 പിടിച്ചു, ഗോതമ്പ് പിടിച്ചു, തേന കൂമ്പിപ്പോയി. തേനയും പിടിച്ചു കേട്ടോ, തേനയും പിടിച്ചു. അത് കലക്കി. ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ സെറ്റായിട്ടോ. അതെല്ലാം കളിത്ത് തുടങ്ങി കേട്ടോ. ഇതേ കടുക്, ഇത് ഫുള്ള് കടുക് കേട്ടോ. കടുകും പിടിച്ചു. നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും. ഈ രണ്ടിനും വെള്ളം കുറവാണ്. ഐസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ പുൽക്കൂടിൻ്റെ പരിപാടി തുടങ്ങുവാണ്. ഈ കാണുന്ന ഷീറ്റ് എന്നാന്ന് വെച്ചാൽ നീല ഷീറ്റാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന വെള്ളം, ഈ കാണുന്ന ഇത് ഫുള്ള് നമ്മുടെ പിന്നെ തോടും പിന്നെ കുളവും അതുപോലെ സംവിധാനമൊക്കെയാണ്. ഈ കാണുന്ന ഈ വരച്ചിട്ടാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ തന്നെയാണ്. ഇന്ന് നമ്മൾ ഇതിന്റെ പരിപാടി മൊത്തം ചെയ്തു തീർക്കും. നാളെയാണ് നമ്മൾ ഇതിലേക്ക് സാധനങ്ങളൊക്കെ നാളെയാണ് നമ്മൾ ഇതിലേക്ക് സാധനങ്ങളൊക്കെ വെക്കുന്നത്. ലിബിൻ അതേ സമയത്ത് ഓരോ ചാക്കില് ഇതില് വെള്ളം നിറച്ചു കേട്ടോ. അത് ഈ മണ്ണിന്റെ അത് വെള്ളം നിറച്ചിട്ട് ഈ കാണുന്ന ചാക്കില് ചെളിയാക്കിയിട്ട് ഈ കാണുന്ന ചാക്ക് മൊത്തം ചെളി പിടിപ്പിക്കുകയാണ്. എന്നിട്ട് അതാണ് ഈ കാണുന്ന ഇത് കേട്ടോ, ഈ കാണുന്ന മലയിലേക്കൊക്കെ യൂസ് ചെയ്യാം. നാളെ നമ്മൾ അവിടെ മുളപ്പിച്ച നമ്മുടെ പിന്നെ പയറും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാളെ ആയിട്ട് വെക്കുക. ഇപ്പം ഞാൻ ഷീറ്റൊക്കെ മുറിച്ചിടും. ഞങ്ങൾ ഇന്ന് രാത്രി മൊത്തം ഇതിന്റെ പരിപാടി ഇരിക്കും. നാളെ നമ്മൾ ഇതെല്ലാം സെറ്റപ്പ് ചെയ്യല്ലേ ലിബിനെ? അല്ലേ ഗൈസ്, ഇത് കണ്ടോ, ആ ചാക്ക് മൊത്തം മണ്ണാക്കി ഇനി ചാക്ക് പൊക്കി എടുക്കും അല്ലേടാ? അല്ലേ? എന്നിട്ടാണ് അതേപോലെ വിരിക്കും കേട്ടോ. ഇപ്പൊ ഓരോന്നോരോ നമ്മൾ ചെയ്യും. പിന്നെ ഇനി പിന്നെ നമുക്ക് ആ കിളിപ്പിച്ച സാധനം വെക്കാറുണ്ട്. പിന്നെ ക്രിബിന്റെ മറ്റേ ഓരോ ഇതുണ്ടല്ലോ, പിന്നെ എന്റെ കൊട്ടാരം പണിയണം. പിന്നെ അതേപോലെ തന്നെ ഇത് അതായത് പിന്നെ നമ്മുടെ പിന്നെ ഇത് അതായത് നമ്മുടെ ഉണ്ണീശോനെ രാജാവിനെ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ. ലിബിൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ചെളി മൊത്തം ചവിട്ടി റെഡിയാക്കി അതിൻ്റെ അന്ന് ഇപ്പൊ ചാക്കെടുക്കും. ആ ചാക്കാണ് ഓരോന്നോരോന്ന് ഈ മലയിലേക്ക് വിരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എടാ ലിബിനെ അത്തയിലേക്ക് ഇട്ടിട്ട് പൊത്തനോട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നീ അതാ അത്തയിലിട്ടിട്ട് അത്തയെ കൊണ്ട് പൊത്തണമെന്ന് നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. കഴിച്ച് നോക്കൂ, ഇതേപോലത്തെ സാധനം കൊണ്ട് നേരെ അതിലേക്ക് വിരിക്കുക കേട്ടോ. എന്നിട്ട് കൊണ്ടിടുന്നതായിരിക്കും നല്ലത്. ഇവന് അവിടെ നീളമായി. എടാ ഇതിച്ചിരി ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് അത് വിരിക്കുക. എടാ ആ സൈൻ്റെ അങ്ങേറ്റം കറക്റ്റ് അല്ലെന്നേ. ഗൈസ് നോക്കൂ, നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടി അവിടെ നടക്കുവാണ്. അതേ സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ കാണുന്ന നമ്മുടെ ഇവിടെ കുഴൽക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ വെള്ളത്തിന് ചെറിയ രുചി വ്യത്യാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കിവർ ഈ കാണുന്ന വാട്ടർ പ്യൂരിഫയർ, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഈ കാണുന്ന ടാങ്കിലേക്ക് കയറുന്ന എല്ലാ വെള്ളവും ഇതിൻ്റെ അകത്ത് പ്യൂരിഫൈ ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് എത്ര 1 വർഷം കഴിഞ്ഞില്ലേ ചേട്ടാ? കൃത്യം 1 വർഷം. അപ്പോൾ അവർ കറക്റ്റ് ആ സമയത്ത് മെയിൻ്റെനൻസിന് വന്നേക്കുവാണ്. അതായത് ഇതിൻ്റെ അകത്തെ സംഭവങ്ങളെല്ലാം എടുത്തിപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ? ക്ലീൻ ചെയ്യും. അതായത് ഈ കാണുന്ന സംഭവം ഇപ്പോൾ ഇവരെടുത്ത് ക്ലീൻ ചെയ്യുകയാണ്. അതിന് ശേഷം ഈ കാണുന്ന ഈ ടാങ്കും ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് അവർ പുതിയൊരു മോട്ടർ, അതായത് എന്ത് മോട്ടർ ആയിട്ടാ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വെള്ളം നമുക്ക് മോട്ടർ ഓൺ ആക്കണ്ട. അതായത് വെള്ളം കുറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പമ്പ് ചെയ്ത് നിറഞ്ഞു ഓവർഫ്ലോ ആകത്തില്ല. പല സ്വിച്ച് ഇടണ്ട. ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തോളൂ. ഇനി തന്നെ കയറി പിന്നെ നമുക്ക് ഈ വെള്ളം പ്രശ്നമേ, നമ്മളിപ്പോ മോട്ടർ ഓൺ ആക്കി ഇടും, എത്തിക്കത്തില്ല. വെള്ളം പോയി ഓവർഫ്ലോ ആയിട്ട് നമുക്ക് ഒരുപാട് വെള്ളം നഷ്ടമാകും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പൊ പുതിയത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ ലൈൻ കൊടുത്ത് മേളിലിടും. അതൊരു വാട്ടർ സ്വിച്ച് ആണ്. ഇവിടുത്തെ സ്വിച്ചിനെ നമ്മളത് ബൈപ്പാസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ മറ്റേ വെള്ളം താഴുമ്പോഴത്തേക്കും മോട്ടർ ഓൺ ആവും, വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും ഓഫ് ആവും. ഗൈസ് നോക്കൂ, അതേ സമയത്ത് ഇവരുണ്ടോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അവര് ഊരി എടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം പണിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഊരുമ്പോ നല്ല കറണ്ട് ഉണ്ടാവും കേട്ടോ. സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ടോ ചേട്ടാ? ആണോ? ഇതിന്റെ അകത്തുള്ള സാധനം തന്നെയാണ് ക്ലീൻ ചെയ്തിടുക. ഓ അങ്ങനെയാ? ഓഹോ ഗൈസ് നോക്കൂ, അതായത് ഇത് ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ബ്ലോക്ക് ആയി പോകും. പറഞ്ഞ കാര്യമാണ് നമ്മള് കല്ല് മാറ്റാൻ നേരത്തെ കുറെ നാള് കഴിയുമ്പോ ഇത് വരൂലേ, അതേപോലെ തന്നെ ഇതിപ്പോ ഊരും പറയാട്ടോ. ഇത് എങ്ങനെയാട്ടോ എങ്ങോട്ടാട്ടോ മാറ്റുന്നത്? അതിനകത്തേക്ക് സാധനം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അഴുക്ക് കാണാൻ കറക്റ്റ് ആയിട്ട്. ഓ ഗൈസ് നോക്കൂ, ഇവരിപ്പേ അതുണ്ടോ ഈ കാണുന്ന ഷീറ്റിലേക്ക് ഈ സാധനം എല്ലാം വിരിക്കും. ഗൈസ് നോക്കൂ, ആ സാധനം വിരിക്കുവാണ്. അതിന് ശേഷം ഈ കാണുന്ന ഇതിലേക്ക് ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്ന ഒരു ചെറുത്, അതായത് അവിടെ അടുക്കളയുടെ ആവശ്യത്തിന് വേണ്ടി. ആ സാധനം ഉണ്ടല്ലോ കേടായിപ്പോയി. 2-3 പ്രാവശ്യം സാധനം കേടായേ.
എൻ്റെ അത് സർവീസിൽ നിന്ന് വിളിച്ചിട്ട് ആളെ കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. അതായത് ആ സാധനം ഒന്നും കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ ആ സാധനം കൊണ്ട് ആകപ്പെട്ടു. പിന്നെ അതേ സമയത്ത് ഇത് മറ്റേ മൊത്തത്തിലുള്ള പ്യൂരിഫയർ ഉള്ളു, അത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചാക്കുന്നതാണ്. അപ്പോൾ അതും ഒന്ന് മാറ്റണം. അപ്പോൾ അത് ഇവർ അതിനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ആ പൂഴിയല്ലേ അത്? അതിപ്പം നല്ല തൂവുള്ള കളറായിരുന്ന സാധനമാണ്. അത് പഴുക്ക് വരും. ഓഹോ, ഓ ഇങ്ങനെയല്ലേ പ്യൂരിഫൈ ചെയ്ത് വരുന്നത്? ഇത്രയും നാള് പിടിച്ച സാധനമാണ് ഈ കാണുന്നത്. ഇത് ഇപ്പൊ ഈ ഫിൽറ്റർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് പിടിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈനിൽ പിടിക്കൂലല്ല, പൈപ്പേ പിടിക്കും. ഗൈസ് നോക്കൂ, നമ്മുടെ ഈ കാണുന്ന വെള്ളത്തിൽ ഈ കുഴൽക്കിണറിന്റെ ഒരു മെയിൻ പ്രശ്നമല്ല കേട്ടോ ഇത്. കുഴൽക്കിണർ നല്ല തെളിനീര് പോലെ ആയിരിക്കും. ചില കുഴൽക്കിണറാണ് ഇങ്ങനത്തെ പണി കിട്ടുക അല്ലേ? ഗൈസ് നോക്കൂ, ഇതിന്റെ ചെറിയ ചെറിയ ബാക്കി പത്രമൊക്കെ നേരത്തെ ഈ ഇതിലൊക്കെ വരുമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ മറ്റേ ഈ ടാപ്പിൽ നിങ്ങൾ ആദ്യം വന്ന സമയത്ത് അതിൻ്റെ അകത്ത് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരു വർഷമായിട്ട് കിടക്കുന്ന സാധനമാണ്. ഇതുള്ളതുകൊണ്ട് ഒരു വർഷമായിട്ട് ഇങ്ങനെ നിന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വർഷം കൊണ്ട് ഇത്രയും നമ്മുടെ പൈപ്പിൽ പിടിക്കും. ഒരു 10 വർഷം കഴിയുമ്പോൾ പൈപ്പ് അടഞ്ഞു പോകും. ഗൈസ് നോക്കൂ, ഇതിപ്പം ഒരു കുറ്റിയല്ലേ ചേട്ടാ? ഗൈസ് നോക്കൂ, ചേട്ടന്മാർ ഈ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ചെയ്യുവാണ്. ഇതിപ്പോ ഇറക്കി അതിനുശേഷം ഇനി ഇത് ഇറക്കാറുണ്ട്. അപ്പം ഈ കാണുന്ന ഇതും ഇനി ഇറക്കണം. അപ്പം അതിന്റെ പരിപാടി കാര്യങ്ങൾ നടക്കണം. അതിന് ശേഷം 2-3 കാര്യങ്ങൾ ഇനി ഇവിടെ ചെയ്യാണ്ട്, അതൊക്കെ ചെയ്യാണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ പുൽക്കൂടുണ്ടല്ലോ, പുൽക്കൂട് പിന്നെ സെറ്റപ്പ് ആക്കി വെച്ചേക്കുവാണ്. അപ്പം ഇനി പുൽക്കൂടിന്റെ ബാക്കി പത്രങ്ങളായ കാര്യങ്ങൾ ഇനി മേടിക്കാൻ വേണ്ടി പോകണം. അത് ഇത്രയും ഭാഗം പുൽക്കൂടിൻ്റെ ആയി. ഇനി ബാക്കി സംഭവങ്ങളും കൂടിയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ആ സംഭവം കൂടെ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നേരെ പോവാട്ടോ. അതായത് ഇതിനകത്ത് കുറച്ച് പുല്ല്, പിന്നെ പുൽക്കൂട്, പിന്നെ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ സെറ്റും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇന്ന് തീർക്കണം കേട്ടോ. അതേ സമയത്ത് ഇവിടെ ഗേറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അടുത്ത ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ഇരിട്ടിക്ക് പോകാം കേട്ടോ. ഞാൻ ലിവിനെ നേരെ ഇരിട്ടിക്ക് പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അതേ സമയത്ത് ഇവിടുത്തെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തീരുന്നതിൻ്റെ മുമ്പ് ഇങ്ങോട്ടും വരണം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഇവിടെ എത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ പുൽക്കൂടിന് പുല്ല് വേണം. പുല്ല് നമ്മൾ വെച്ചാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയ ചിലപ്പം പാളും, ചിലപ്പം ഇതാകുമ്പോൾ നമ്മൾ ആ പാളായിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്കും കൂടെ നമ്മളിവിടെ നേരെ പുല്ല് മേടിക്കണം. അപ്പോൾ അതേ സമയത്ത് ഇതിന് ബേക്കോട്ട് നമ്മളോട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മൾ റിവേഴ്സ് അടിച്ചിട്ട് 20 പീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ 26-30 സ്ക്വയർ ഫീറ്റ് ആയിട്ട് ആ പുല്ലുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരെ അത് കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് ഫൈനലി ഞങ്ങളുടെ പുൽക്കൂടിനുള്ള സാധനം എടുക്കാൻ വേണ്ടി വന്നു. അതായത് ഇത് കൂട്ട് 20 എണ്ണമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 2000 ഒരു ഷീറ്റിന് 100 രൂപ വെച്ചോട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഈ കാണുന്ന വണ്ടിക്കകത്തോട്ടാണ് കയറ്റേണ്ടത്. അതായത് നമ്മുടെ വണ്ടിക്കകത്തോട്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ മറച്ചെടുക്കാൻ പറ്റും. അതിനാ ഇത് വെറുതെ വെച്ചാക്കുന്നാടാ. ഇതാണോ മെക്സിക്കൻ? ഇത് മെക്സിക്കൻ. ഇതെന്നായിരുന്നു പിന്നെ ഇതിൻ്റെ പേരൊക്കെ മറന്നു കേട്ടോ. അതല്ലടാ, എന്നാ ബഫല്ലോ അങ്ങനെയെന്ന് പറഞ്ഞാൽ കുറെ തരം ഗ്രാസുകളുണ്ട്. ഈ സാധനമാണ് ഞാൻ വീട്ടിൽ വെക്കാൻ നിന്നോട് പറഞ്ഞത്. പെട്ട സാധനം ഈ സാധനം. ഇത് എന്ത് ലുക്കായിരിക്കുന്നത് അല്ലേ? അതിനെത്ര വില എന്നൊന്ന് ചോദിക്കണമല്ലോ. ഈ സാധനം കണ്ടോ, ഇതാണ് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വെച്ച് പെട്ട ലുക്ക് ഗൈസ് നോക്കാം. അതൊന്ന് ചോദിക്കണോട്ടോ അതിനെത്ര പൈസ എന്നുള്ളത്. ഫൈനലി നമ്മൾ എന്തായാലും ഈ കാണുന്ന പുല്ല് മൊത്തം എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെക്കുവാണ്. ചേട്ടാ, ആ കാണുന്ന മറ്റേ വട്ടം പോലെ ഇലയുള്ള വലുതില്ല ചേട്ടാ, അതിനെന്നാ വില ഒരെണ്ണത്തിന്? ഈ വലുതാ? ഇത് കൊണ്ട് 20 കയറ്റി വെച്ചാ നമുക്ക് ഭയ്യ പ്ലീസ് ഗീവ് മീ ആൻഡ് ഐ എം ഗോയിങ്. ഇത് ഒരെണ്ണം മേടിച്ചാൽ മതി, അതിന് പിരിച്ച് വെച്ചാൽ മതി അല്ലേ? സാധനം ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് വേണം നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടി കേട്ടോ. അതായത് നമ്മുടെ പുൽക്കൂട് വീട്ടിലല്ല, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലത്ത് പോയ സ്ഥലമുണ്ട്, അവിടെ ഇതങ്ങോട്ട് ഒപ്പിച്ചൊപ്പിച്ച് വെക്കണം അല്ലേ? 10 എണ്ണത്തിന് 3500 രൂപ വരും. കാണുന്ന ഒരു 10 എണ്ണം വേണം നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടി. എല്ലാ പരിപാടിയും അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് ഈ സാധനം മേടിച്ച് വെക്കണം. ഇതിപ്പോൾ എല്ലാവരും വീട്ടിൽ വെക്കുന്ന സാധനം. പെട്ട ലുക്കാട്ടോ ഈ സാധനം. വീടിന്റെ ഉള്ളില് സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെയും കുഴിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഗൈസ് സാധനം എടുത്ത് വെക്കുന്നു, ഞങ്ങൾ പോകുന്നു. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ ഇരിട്ടി നരിതൂക്കില് 1000 രൂപയുടെ സാധനം മേടിച്ചാൽ 200 രൂപയുടെ സാധനം ഫ്രീ. അപ്പം നമ്മൾ ഇത് 2000 രൂപയുടെ മേടിച്ച് കഴിഞ്ഞപ്പം നമുക്ക് എത്ര കിട്ടി? 500 രൂപ. എത്ര ചേട്ടാ? 500 കിട്ടി. ഓ, ഗിഫ്റ്റ് വൗച്ചർ ഇൻ ക്രിസ്മസ്. ഗൈസ് നോക്കൂ, അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണം ഞങ്ങൾ ചോദിച്ചു കേട്ടോ. അപ്പോൾ 2 എണ്ണം തരാമെന്ന് പറഞ്ഞു. ചേട്ടാ പച്ചപ്പുള്ള തരാൻ പറയാം കേട്ടോ അവനോട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2 എണ്ണം കിട്ടിയിരിക്കുന്നു. ഈ 2 എണ്ണം മേടിച്ചേട്ടോ. ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ബാക്കി മേടിക്കാം. ഈ കിടത്തി വെക്കൂ ചേട്ടാ. കിടത്തി വെക്കാൻ ഇംഗ്ലീഷിൽ പറയുന്നത് കിടത്തി വെക്കൂ. അങ്ങനെ തന്നെ. അവൻ പൊട്ടിക്കും ചേട്ടാ. ഗൈസ് നോക്കൂ, സാധനം വെച്ചോട്ടെ, ഞാൻ പോവാ. അത് തന്നെ. ഓ, സ്ലീപ്പിംഗ് ലുക്ക്. അങ്ങനെ ഒന്നും തുറക്കൂല കുഞ്ഞെ. ഇങ്ങനെ
ഞങ്ങൾ മേടിച്ച സാധനത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? എനിക്കും അറിയത്തില്ല, ഇത് പുള്ളി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കലാത്തി ലൂട്ടിയ ആണോ ഏട്ടാ? കലാത്തി ലൂട്ടിയ നമ്മൾ മേടിച്ചെന്നാ ആ ഓക്കെ ഭയ്യ, ദിസ് നെയിം ഈസ് കലാത്തി ഡൂട്ടിയ. ഓക്കെ ഗൈസ് നോക്കൂ, അതായത് ഫൈനലി ഞങ്ങൾ അങ്ങനെ സാധനം മേടിച്ച് അങ്ങാടിക്കട എത്തി. അപ്പോൾ ഞങ്ങളുടെ കൊച്ചും നോർദേ, അതായത് ജയസാറിന്റെ കൊച്ചും വണ്ടിക്ക് വേണ്ടി അടിയും പണക്കും കേട്ടോ. അപ്പം ഞങ്ങൾ 2-3 വണ്ടി മേടിക്കേണ്ടി വന്നതാണ്. ഇത് റിമോട്ട് കാറാണ്. ഇതിന് വലിയ പൈസ പുള്ളി എത്ര പറഞ്ഞേ? 399 ബാറ്ററി അടക്കം. ഗൈസ് നോക്കൂ, ബാറ്ററി അടക്കം 390 രൂപയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എത്ര നാൾ ഓടും ചേട്ടാ ബാറ്ററിയിൽ? ഗൈസ് നോക്കൂ, ഇതും പിന്നെ അതും. കാരണം അവിടെ അവർക്ക് കളിക്കാൻ വേണ്ടിയില്ല, കാരണം മൈക്കിൾ അത്ര വലുതാകത്തോണ്ട് ഞങ്ങൾ അങ്ങനെ കളിപ്പാട്ട സാധനം ഒന്നും മേടിച്ചില്ല. അപ്പോൾ അവർ പിന്നെ കളിപ്പാട്ടില്ലെങ്കിൽ പിള്ളേർ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കളിപ്പാട്ട സാധനം മേടിച്ചാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ മറ്റേ ഇതേപോലത്തെ ഒരു സാധനം മേടിച്ചായിരുന്നു. അതിപ്പോൾ 4 വഴിയായിട്ട് ഇപ്പോൾ സാധനങ്ങൾ വളരെ കുറവാട്ടോ. അത് ഈ സാധനം കേട്ടോ. അപ്പം ഇതുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഗൈസ് നോക്കൂ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ ഏറ്റവും മേളിൽ കയറി കേട്ടോ. ഇനിയും പരിപാടിയുണ്ട്, കാരണം പുൽക്കൂടിൻ്റെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ തീർക്കണം. ഇതടിച്ചു കേട്ടോ, ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല, എന്താണാവോ കറക്റ്റായിട്ട് ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ പുൽക്കൂടിൻ്റെ ബാക്കി പത്ര ഇവിടെ ഉണ്ട്. ഇന്ന് തന്നെ പരിപാടിയും കാര്യങ്ങളും തീർത്ത് തുടങ്ങണം കേട്ടോ. ഗേറ്റ് അടിക്കാൻ പറ്റിയില്ല, കാരണം ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ മോട്ടർ അടിച്ച് വെള്ളം വീഴുന്ന ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്, അതായത് വെള്ളം തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ചെയ്ത് നിറയും. വെള്ളം ഫുൾ ആകുമ്പോഴത്തേക്കും കട്ട് ഓഫ് ആവും. ഇതാണ് മിഷൻ, അതാണ് സംഭവം. ഇത് നമ്മള് വെള്ളം ഇപ്പൊ ലെവലില് ഫുള്ളായി നിൽക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ വെള്ളം കുറയുന്നതനുസരിച്ച് ഇങ്ങനെ താന്നു വരുമ്പോ മോട്ടർ ഓട്ടോമാറ്റിക് ഓൺ ആവും. വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് വരുമ്പോ ഇങ്ങനെ പൊങ്ങുമ്പോ ഓഫ് ആവും. അങ്ങനെയാണ് സംഭവം. ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. നമ്മളപ്പോ നമ്മുടെ താഴത്തെ സ്വിച്ചിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുവാണ്. ഇതില് കണക്ഷൻ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടോ? ഗ്യാരണ്ടി ഉണ്ട്, 1 ഇയർ. ഇതെന്നാ? ഇതതിന്റെ ഒരു വെയിറ്റ് ആണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന അളവിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങാനും താഴാനും വേണ്ടിട്ട് ഫ്ലോട്ടിംഗ് ആണ്. വെള്ളത്തിന്റെ അളവ് കൂടുമ്പോ പൊങ്ങി വന്ന് ഓഫ് ആവും, അളവ് കുറയുമ്പോ താഴുമ്പോ ഓൺ ആവും. ആ സാധനമാണ് ഇത്. നമ്മളിപ്പോ വയറിപ്പോ നമ്മുടെ പാനലിൽ നിന്ന് മേളിലേക്ക് ലൈൻ ചെയ്യും. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ താഴെ നിന്ന് മേളിലേക്ക് ഇപ്പൊ ലൈൻ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഇവര് മോട്ടറിന്റെ അകത്ത് ഈ സാധനം ഫിറ്റ് ചെയ്യാണ്. ഗൈസ് ഇത് മൊത്തം പായലായിരുന്നു കേട്ടോ. അതിന്റെ ഫോട്ടോ കാണിച്ചേട്ടാ, ഇത് ഫുള്ള് പായലായിരുന്നു. ഇതൊക്കെ ഇവർ വന്ന് ക്ലീൻ ആക്കി സെറ്റപ്പ്. ഇത് ഇവർ വെച്ചാട്ടോ ഈ സാധനമൊക്കെ. ഇതൊക്കെ ഇവർ വെച്ചാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇത് ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവരുടെ നമ്പർ സൈഡിൽ കൊടുത്തേക്കാം. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ പക്ക ചെയ്തു തരും. എൻ്റെ വീട്ടിലെ താഴത്തെ ഫിൽറ്റർ ഈ സംഭവം ഇപ്പം ഇത് ചെയ്യുന്ന ഇപ്പം ഇത് കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരു മറ്റേ വാട്ടർ പിന്നെ ഇത് പ്യൂരിഫയറും കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നു ഈ സാധനം ഇരുന്നിരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വന്നാൽ നമ്മുടെ ചൂടാകത്തില്ല. ഈ പായലയിൽ വെയിലടിച്ചിട്ട് പ്രൊഡക്ഷൻ നിൽക്കും നമ്മുടെ. ഇത് നമ്മള് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇത് ഇയർലി എല്ലാ വർഷവും ഇങ്ങനെ. ഇത് വാങ്ങാൻ എളുപ്പമാണ്, പക്ഷെ ഇതിന്റെ സർവീസാണ്. വന്നവരെ പിന്നെ കാണൂല. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലേ. ഗൈസ് നോക്കും, മേളിൽ ഇവർ ഫിറ്റ് ചെയ്യാം. ഞാനും എൻ്റെ മേളിൽ കയറട്ടെ, എന്നെ അതിൻ്റെ നടക്കണേ നോക്കട്ടെ കേട്ടോ. കാരണം ഈ കാണുന്ന ടാങ്കിൻ്റെ അകത്താണ് ഇവർ ഫിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന ഈ സാധനമാണ് ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതെങ്ങനെ ഇത് ഫിറ്റ് ചെയ്യുന്ന സംഭവം നോക്കട്ടെ. കണ്ടാലും ഇവിടുന്ന് ഉരുണ്ട് കെട്ടി താഴെ വീണ് കഴിഞ്ഞാൽ പോയി കേട്ടോ. കയറാൻ എളുപ്പമായിരിക്കും. ചേട്ടാ ഒന്ന് പിടിക്കാം കേട്ടോ. ടാങ്കിലെ വെള്ളം കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് ഫുള്ള് കച്ചറായിരിക്കുന്നു കേട്ടോ. അല്ല, ഇത് മൂടി തന്നെ ഉണ്ടോ ഇരുന്നേ? ലോക്കായിരുന്നോ? ഇത് മൂടി ലോക്കായിരുന്നു കേട്ടോ. ഇപ്പം ഇവരിത് ഈ സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ഫിറ്റ് ചെയ്ത് ലൈൻ ഇടും കേട്ടോ. അപ്പം ഇനി മോട്ടർ ഇടണ്ടല്ലേ? ഒന്നും ചെയ്യണ്ട. ഗൈസ് നോക്കുക, അതായത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട. ഇത് ഓട്ടോമാറ്റിക്കലി സാധനം ആവും കേട്ടോ. ഇനിയിപ്പോൾ ഈ സാധനം പുള്ളി ഫിറ്റ് ചെയ്യേണ്ട ഒരു താമസം മാത്രം. എനിക്ക് പോകുന്ന ഒരു 10 മിനിറ്റ് ആണോ? 10 മിനിറ്റ് മുമ്പിൽ അത്രേ ഉള്ളൂ. ശേണി താഴെട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനെങ്ങനെ ഇറങ്ങും? ഇറ്റ് ഈസ് വെരി റിസ്കി. 3 പേര് നിൽക്കുന്ന അത്ര ഗുഡല്ല കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങട്ടെ, അല്ലേ റിസ്കി ആവും. ഗൈസ് നോക്കൂ, ഫൈനലി ഇവര് ഫിറ്റ് ചെയ്യാണ്. അതേ സമയത്ത് തന്നെ ഞാൻ നേരെ താഴോട്ട് കേട്ടോ, നമ്മുടെ പുൽക്കോണ്ട കാര്യത്തിന് വേണ്ടി. ഗൈസ് നോക്കൂ, ദൂത് വരുന്നുണ്ട് കേട്ടോ. അതായത് പാലിമണ്ടി വരുന്നുണ്ടോ കാണുന്നത്? ഗൈസ് നോക്കൂ, ഈ കാണുന്ന പാലിമണ്ടിയാണ്. മൈക്കിൽ നിന്ന് പാല് മേടിക്കുന്നുണ്ടെങ്കിലും അറിയത്തില്ല കേട്ടോ. നമുക്ക് വണ്ടിക്കകത്ത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കി പരിപാടി തുടങ്ങാം കേട്ടോ. 1 വർഷം മുമ്പ് ഞങ്ങൾ വീഡിയോ കൂടെ പരിചയപ്പെടുത്തും പുള്ളിക്ക് 30 വർക്ക് കിട്ടിയെന്ന് കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞേ. ഇവിടെ എത്ര സ്ഥലത്ത് വന്നു? കണ്ണൂര് 7-8 സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ കണ്ണൂര്. പിന്നെ എവിടെയൊക്കെ ആയിരുന്നു? പിന്നെ പത്തനംതിട്ട, എല്ലായിടത്തും ഓൾ കേരള പദ്ധതി വന്നു. ആണോ? ഇവരെ കേരളത്തിൽ എവിടെയാണേലും, അതായത് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ ഫിൽട്രേഷൻ, പിന്നെ ഈ കാണുന്ന സോളാർ, ഇതൊക്കെ മസ്റ്റ് സാധനം കേട്ടോ നമുക്ക്. പിന്നെ അതേപോലെ ഇങ്ങനത്തെ സംഭവം. ഇനിയിപ്പം വീട്ടിൽ ഞാൻ വേറൊരു കമ്പനിയുടെ
പ്യൂരി സംഭവം വെച്ചേക്കുന്നത് ഭയങ്കര തോൽവി കേട്ടോ. ആകെ പെട്ടുപോയി ഞങ്ങൾ, സർവീസ് പോലും എന്റെ കിട്ടി. കിട്ടിയിട്ടില്ല. അപ്പൊ എന്നിട്ട് ഇപ്പൊ പുള്ളി അത് വേറെ ഒരു സാധനം കൊണ്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പുള്ളിയാണ് ഫിറ്റ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ മലയാളികളുടെയാണ്, അതുകൊണ്ട് ഓൺ സ്പോട്ടിൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും, സർവീസും കാര്യങ്ങളും കിട്ടും. പിന്നെ അവർ ഇയർലി വന്ന് സർവീസും കാര്യങ്ങളും ചെയ്തു തരും അല്ലേ. മറ്റേ എന്നാ ചെയ്യാനാ കാശ് നോക്കും. അപ്പം മേടിക്കുവാണെങ്കിൽ ഗുഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ താല്പര്യം നിങ്ങളുടെയാണ്. അപ്പം നിങ്ങളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് വെച്ചിട്ട് എന്തായാലും നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ കാരണം വെച്ചാൽ ഞങ്ങൾ വെള്ളം അടിക്കാൻ നേരത്ത് കുഴൽക്കണ്ടിലെ സംഭവം ഇങ്ങനെ തിരിച്ച് ഇതാക്കി വെക്കൂട്ടോ. അപ്പൊ അതിന്റെ മുന്നേ കണ്ടില്ല ഞങ്ങളുടെ വെള്ളത്തിന്റെ അവസ്ഥ. ഈ വെള്ളമാണ് ഇത് വന്ന പിന്നെയാണ് കുറെ മാറ്റങ്ങൾ. അതായത് ഞങ്ങൾ ആ സാധനം തിരിക്കാൻ നേരത്ത് അതിപ്പം മോട്ടർ ഇട്ടാലും കാണാൻ പറ്റുമല്ലോ, ചെളിവെള്ളം. ആ ചെളിവെള്ളം കറക്റ്റ് പോകുന്ന കാണാൻ പറ്റും കേട്ടോ. അതേ സമയത്ത് ചേച്ചി നോക്കിയേ 1 2 3 4 5 3 ബോൾ കേട്ടോ ഒരേ സമയത്ത്. അത് അവൻ അതിന്റെ ഇടയ്ക്ക് കൊച്ചിന്റെ ഫോട്ടോ എടുക്കാൻ കൊച്ചിന് ഭയങ്കര വിഷമം. എന്നെ മോനെ നീ എന്നെ നോക്കൂ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നോക്കൂ. അതായത് ഈ കാണുന്ന സംഭവമില്ലേ, ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കറക്റ്റ് കാണിച്ചു കേട്ടോ. അവർ അതേ സമയത്ത് ആ മേളിൽ നിന്ന് ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന ബോർഡിൽ ഇപ്പം കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയി സ്വിച്ച് അവിടെ ഓണാക്കി വെക്കണോ? ആ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഓഫ് കണ്ടീഷൻ ആയിരിക്കും. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓൺ ആക്കണമെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് ഓൺ ആക്കാം. ഇത് എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നിങ്ങൾക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാനുവൽ സെറ്റപ്പ്. നമ്മൾ വരുന്നവരെ റെഡിയാവണമല്ലോ, വെള്ളം കിട്ടാതെ പോരുത്. അതിന് വേണ്ടിട്ട് നമ്മൾ നോർമൽ മോട്ടർ ഇടുന്നതാണ് കിടാം. നമ്മളിത് ബാക്ക് വാഷ് ചെയ്യാൻ ഇത് കണ്ടോ, ഇതിങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് നോക്കി നല്ല തെളിനീര് പോലത്തെ വെള്ളമായിരിക്കും. ഈ കാണുന്ന തെളിനീര് പോലത്തെ വെള്ളം ഇതിപ്പോൾ ഇവർ ക്ലീൻ ചെയ്താണ്. അപ്പോൾ ഈ തെളിനീര് പോലത്തെ വെള്ളം ഇപ്പം കുറച്ച് മുന്നേ കളർ മാറുന്ന ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് ടാറ്റയുടെ അല്ലേ? ഓ ഇത് ടാറ്റയുടെ കേട്ടോ. സാധാരണ മെഷീനിൽ ഇതിന് വില കൂടുതലായിരിക്കും ഏട്ടാ അല്ലേ? സാധാരണ ഇതിലും ഇന്ത്യൻ ബ്രാൻഡിൽ ഇറക്കിയേക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മെഷീനാണ് ടാറ്റയുടെ. ഗൈസ് നോക്കൂ, ഇത് ടാറ്റയുടെ സാധനം കേട്ടോ. ഇത് ഞാൻ ഓഫ് ആക്കിയിട്ട് ഇത് മാത്രം ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇത് ഇടുമ്പോഴാണ് സാധാരണ അങ്ങനെ വരാറ്. പക്ഷെ ഇത്രയും ദിവസം വരാറുണ്ടായിരുന്നു, ഇപ്പൊ ഇത് വരുന്നില്ല കേട്ടോ. ഇത് ക്ലീൻ ആയി കേട്ടോ. അതാ സംഭവം. ഗൈസ് നോക്കൂ, അതുകൊണ്ടാട്ടോ ഇതിന്റെ സംഭവം. ഇതിന്റെ അകത്തൊരു ചെളിവെള്ളം വരും. ബാക്ക് വാഷ് ചെയ്യണം അല്ലേ? അല്ലേ? അല്ലേ ഗൈസ്? ഇതിന് ശേഷം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു മെഷീൻ ഇരിപ്പുണ്ട്, അത് മാറ്റി അവർ ഫിറ്റ് ചെയ്യും. അതേ സമയത്ത് നമുക്ക് പുൽക്കൊണ്ട് പരിപാടി ചെയ്ത് കൊടുക്കാം കേട്ടോ. വണ്ടിക്കകത്ത് നമ്മുടെ പുല്ലുണ്ട് കേട്ടോ. ഈ കാണുന്ന പുല്ല് മൊത്തം ഇങ്ങനെ അട്ടിയായിട്ടിരിക്കുക. കേക്ക് ഇരിക്കുന്നില്ല, മാർബിൾ കേക്ക് ഇരിക്കുന്നില്ല, അതിനി അവിടെ വെക്കണം. എന്നിട്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ പുൽക്കൊണ്ട് ബാക്കി പരിപാടിയും കാര്യങ്ങളും ചെയ്യാനുള്ളത്. അതുകൂടാതെ ഈ 2 സാധനമുണ്ട്, അത് നമുക്കെടുത്ത് ഫ്രണ്ട് വെക്കണം. പിന്നെ അതുകൂടാതെ ഞങ്ങൾ പുൽക്കൂട് മേടിച്ചായിരുന്നു. കാരണം പുൽക്കൂട് റെഡിമെയ്ഡ് 250 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടി. പക്ഷെ ഞങ്ങൾ വേറെ സ്ഥലത്ത് വെച്ച് 350 രൂപ എടുത്ത് വിലയായിരുന്നു. ഇത് പുൽക്കൂടാട്ടോ. ആ സാധനം നമുക്ക് 250 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടി. ഓരോന്ന് നല്ല മാർബിൾ കേക്ക് എടുക്കുന്ന പോലെ ആഹാ നല്ല സെറ്റപ്പായിട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് പുൽക്കൂടാണ്. 250 രൂപ ഉള്ളൂ. ഇത് പെടസാധനം കേട്ടോ. ഇതതിൻ്റെ മറ്റേ ബേക്കിൽ മേളിലെ സാധനം കാര്യങ്ങളൊക്കെയാണ്. ഇത് നേരെ ഇങ്ങനെ എടുക്കുന്നു. ഇത് കണ്ടോ, നേരെ ഇങ്ങനെ വെക്കുന്നു. പുൽക്കൂർ റെഡി. ഗൈസ് നോക്കൂ, റെഡിമെയ്ഡ് സാധനമാണ്. അത് അതിനകത്ത് വെച്ചാൽ മതി. ഈ കാണുന്ന 2 വാഴ പോലത്തെ സാധനം നമുക്ക് ഇവിടെ വെക്കണം കേട്ടോ. അത് അവിടെ സെറ്റപ്പ് ചെയ്യണം അല്ലേ? അല്ലേ? ഗൈസ് നോക്കി, ഈ പുല്ല് മൊത്തം ഇനി അങ്ങോട്ട് വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ ഈ കാണുന്ന പുൽക്കൂട് റെഡിയാക്കി കിടക്കുക. ഇത് ബേസ്മെൻറ്റും സംഭവങ്ങളൊക്കെ സെറ്റപ്പുള്ള സംഭവമാണ്. ഇനിയിപ്പോൾ നമുക്ക് ദിവസങ്ങൾ കുറവാണ്, അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇത് ചെയ്ത് തീർക്കണം അല്ലേ ലിവിനെ? 20 ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നനച്ചു കൊടുക്കണം, അല്ലേ പോവും. ഇതാണ് നമ്മുടെ പുൽക്കൂട് കേട്ടോ. ഇതാണ് നമുക്കിനി വെക്കേണ്ടത്. എവിടെ വെക്കും? പ്ലാൻ ചെയ്യും. എവിടെ? അയ്യേ, ഇതൊക്കെ ഇനി ലെവലാക്കി എടുക്കാൻ പണിയുണ്ട് കേട്ടോ. ഇവിടെ വെക്കാൻ ലിബി. ഒന്ന് ഇതിൻ്റെ മേലെ നോക്കിക്കേ, അതങ്ങോട്ട് ചെതറിച്ചടാ, ഒന്ന് തട്ടിയിട്ട് അവിടെ വെക്കാം. അതായിരിക്കും പുൽക്കൂട് വെക്കാൻ അടിപൊളി. എവിടെ? ഒരു സ്റ്റെപ്പ് പോലെ പൊക്കാം അല്ലേ? സ്റ്റെപ്പ് പണിയല്ലേ? അത് വെച്ചാൽ നീ ഒന്ന് അവിടെ. ഇത് കറക്റ്റ് കലാപരമായ പരിപാടി കേട്ടോ. എവിടെ വെക്കും എന്നുള്ളതാണ് ഒരു വിഷയം. പിന്നെ അത് മാത്രമല്ല, കോഴി കൊണ്ടോട്ടെ. എവിടെ വെക്കണം മിസ്റ്റർ മൈക്കൽ? നോർത്തേ നോർത്തേം ജയസാർ കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് എവിടെ വെക്കും, എങ്ങനെയാണ്? ഇനി സ്റ്റെപ്പ് പണിയണം അല്ല? അത് സ്റ്റെപ്പ് പണിയണം. കയറി പോകുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പണിയണം. അത് പൊസിഷൻ ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എടാ ഏറ്റവും സൂപ്പർ മമ്മി അവിടെ ആയിരിക്കുമല്ലോ, മലയുടെ അവിടെ. ഇവിടെ ആയിരിക്കുമല്ലോ മമ്മി? ഇതായിരിക്കും ഏറ്റവും സൂപ്പർ. അവിടെ തന്നെ വെക്കാളോ ലിബിനെ? ആണോ? അഭിപ്രായം പറയാൻ മറന്നുപോയോ? ഓ ഗൈസ്, ഇവന് എന്നാ സംഭവം വെച്ചാൽ ആ മുല പൊട്ടിച്ച് അവിടെ വെക്കാം. ഇവനെ അവിടെ തന്നെ വെച്ചോനെ. നീ പറയുന്നത് അവിടെ തന്നെ വെച്ചോ, വീണ്ടും മാറ്റണം.
ഏതാ എവിടെയാ ഓ ജിയോ സാർ ഓ ടോളിംഗ് ഓ മലയാന മല മീൻസ് എന്നാ ഇംഗ്ലീഷില് മൗണ്ടൻ ഓ ലഡാക്ക് ലേ ആണോ എന്നാ ഇവനെ അത് കറക്റ്റാ ഇവനെ പൊസിഷൻ കറക്റ്റാ അത് ആ ഒന്നും പറയണ്ട അവിടെ തന്നെ വെച്ചു ഇനി നമുക്ക് പുല്ല് വിരിക്കാം ഈ കാണുന്ന ഇത് കട്ട് ചെയ്യണം കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ച് ആദ്യം കട്ട് ചെയ്യാത്ത സ്ഥലത്ത് ആദ്യം ഇട്ട് കൊടുക്ക് എവിടെയൊക്കെ വേണ്ടേന്നുള്ളേ ഫുള്ളായിട്ടാ. ആ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഇതുണ്ടോ ഇതേപോലെ വിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിരിച്ചാൽ മതി ഇവനെ ഫിനിഷിംഗ് ആവും. നമ്മൾ മുറിച്ചിട്ട് അത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല. എന്നിട്ട് മണ്ണ് വാരിയിട്ട് പൊത്താം നമുക്ക് അല്ലേ. നോക്കൂ ഇതുണ്ടോ ഇതൊക്കെ കറക്റ്റ് ഇതിങ്ങനെ എടുത്തെടുത്ത് ഇതെല്ലാം ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചാണ്. ഇനി ഓരോന്നോരോ ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇനി വിരിച്ച് 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 സെറ്റ്. അച്ഛൻ മാറി കേട്ടാ. ഇത്ര ദിവസം അച്ഛൻ ഞാനായിരുന്നു, ഇപ്പം പുള്ളിക്കാരനെ അച്ഛന്നാ വിളിക്കുന്നത്. കുശുമ്പാ. ഓ ഗൈസ് അതേ സമയത്ത് നമ്മളിത് പരമാവധി കളയാതെ നമുക്ക് പുല്ലിട്ട് കൊടുക്കണേ, അതായിരിക്കും നല്ലത്. ഇതേപോലെ ഇട്ട് കൊടുക്കുക, ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണടിക്കാം നമുക്ക് മേളില്. അതാകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ അത് എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കുഴിച്ചു വിടാം. ദേഷ്യം ആക്കണ്ട. മറിഞ്ഞ് കിടക്കട്ടെ. ഇങ്ങോട്ട് അവിടെ അങ്ങനെ മതി മതി. എല്ലാം കറക്റ്റ് വിരിച്ചെടുക്കണോലോടാ. ഇനി അടുത്തെടുക്ക. അപ്പൊ നമ്മുടെ പുല്ല് വേണ്ട, നമ്മുടെ പുല്ല് അത് വെക്കണം. അത് കിളുക്കൂന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അവനെ കിളുത്തു ഇല്ല മറ്റേ ഇത് കിളുക്കുന്നില്ല ഗോതമ്പ്. മണ്ണിന് മേലെ തുണി കൊടുത്താലോ. ഇനി 2 ദിവസം ഇല്ലേ മണ്ണ് കറക്റ്റായില്ലേ മറിക്കണം. നോക്കൂ ഇത് കറക്റ്റ് പച്ചപ്പ് ഇട്ടു ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി. ഇതല്ലെങ്കിൽ വേണ്ടേ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ മാത്രമേ ചെറിയ പീസ്. അത് കുറച്ചുകൂടി കേറാണ്ടോ അപ്പുറത്തത് ഈ ടാർപ്പയുടെ അവിടേക്ക്. ഇവനെ അത് അവസാനം മണ്ണ് വാരി പൊത്തിയാ മതി, അറിയത്തില്ലാത്തോടെ. അത് മതി. കൊച്ചിനാടായി പോയി, കൊച്ചു നാണിച്ചു പോയി. ഫൈനലി വിരിച്ച് വിരിച്ച് ഇത്ര എത്തി. ഇനി ഇത് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. പുൽക്കൂട് ഈ കാണുന്ന സ്പോട്ട് വെച്ചോട്ടോ. അല്ലേ നമ്മൾ ഇട്ടതുപോലെ നമുക്ക് ഒരു കാരണവശാലും തിരിയൂല അല്ലേ. അതായിരിക്കും നല്ലത്. അഭിപ്രായം ഇനി എന്റെ ഉള്ളിലുണ്ട്, പണിയെടുക്കാൻ അല്ലേ. ഗൈസ് നോക്കി ഇതിന് ഇനി ലെവലാക്കി എടുക്കണം. ലിബിനാട്ടോ ഈ കാണുന്നതൊക്കെ മണ്ണിട്ട് ലെവലാക്കി എടുത്തേ. പടലിവന് തലവേന പോയി നടുപോയി സ്റ്റെക്കാവുന്നത് പ്രശ്നം അല്ലേ. അതേ സമയത്ത് ഇതിന്റെ ഉള്ളിലത്തെ ചെളിയും കാര്യങ്ങളും എബിൻ പെറുക്കി കളയും. അതേ സമയത്ത് നമ്മളൊരു ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പുറത്തൂടെയും കൂടെ ഒരു ഇതിട്ടാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എങ്ങനെ ആലോചന മാത്രം ഉണ്ടാവുള്ളൂ, അവനെ പ്രവൃത്തി വരുമോ? അതേ സമയത്ത് ഇവന് ഓരോരോ സാധനങ്ങള് ആകാത്ത സ്ഥലങ്ങൾ വെട്ടി വെച്ച് നേരെ ഒപ്പിച്ച് വരുന്നുണ്ട് അല്ലേ. ഇവന് ഏകദേശം തീരാനായില്ലേ ഇവനെ. ഇനി ചെറിയ ഇനി അതിന്റെ അല്ല ഇവനെ ഇനി അത് നമുക്ക് കാണുന്ന സ്ഥലത്ത് ഇച്ചിരി മണ്ണിട്ടും കൂടെ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞിട്ട് സൂപ്പറാവും. ഇവനെ ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്തുനിന്ന് നമുക്കൊരു കുളം കൊണ്ടുവന്ന എന്താണ് കുഴപ്പം? നിനക്ക് എന്താണ് കുഴപ്പം? നമുക്ക് ചെയ്താലോ? അങ്ങനെ ആകുമ്പോ ഇച്ചിരി കൂടെ ഇതിന് ഇച്ചിരി എടുപ്പ് കിട്ടും. ഇപ്പൊ എന്ന് വെച്ചാൽ എടുപ്പിച്ചിരി പോരാ, അത് വരുന്നുണ്ട്. ഇവനെ ഇവിടത്തെ പീസ് കട്ട് ചെയ്തിട്ട് ഇവനെ നമ്മുടെ എല്ലാ ഭാഗവും വിരിച്ചു വന്നു. ഇത്രയും ബാക്കിയുണ്ട്. അല്ല ഇവനെ നമുക്ക് ഏതെങ്കിലും കൊണ്ടുവന്നല്ലേ മൊത്തം വിരിച്ചു കളഞ്ഞേക്കാം. ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ഇട്ടാലും പോലെ. എബിനെ അത് നമുക്ക് ആ സമയം വിളിക്കാം. എന്നാ കമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ആ സാധനം അതിന്റെ മണ്ണ് ഇളകി കഴിഞ്ഞിട്ടുണ്ട്, അത് വാടും. പിന്നെ ഇവിടെ വെയിലും കൂടിയാണ്, സംഭവം പാളിപ്പോവും. ഓ ഗായ്സ് അതേ സമയത്ത് ഞങ്ങൾ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കിയല്ലേ ഇവനെ. സ്മോൾ 1 സ്റ്റെപ്പ് ഇവൻ കൈ കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. കൈ കൊണ്ട് ഉണ്ടാക്കിയാലേ ഇത് സാധനം ആവുള്ളൂ. ഇങ്ങനെ ഇതാക്കി അങ്ങോട്ട് കയറാനുള്ള സെറ്റപ്പ് ഇവനിങ്ങനെ ആക്കി വരും കേട്ടോ. ഇവന് അങ്ങ് താഴെ വരെ സ്റ്റെപ്പ് കൊടുക്കുന്നുള്ളൂ, ഇവിടം വരെ സ്റ്റെപ്പ് കൊടുക്കുന്നുള്ളൂ. എല്ലാം നാച്ചുറൽ അല്ലേ അവനെ. നാച്ചുറൽ ഉള്ള പരിപാടി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അല്ലേ. ഗായ്സ് അവന്റെ അമ്മ വിളിച്ചപ്പം അവൻ കണ്ട ഗായ്സ്. അതേ സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ ഈ പുറത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ആയി കളയല്ലേ ഇവനെ. ഓരോ സാധനങ്ങൾ അടിക്കി ഇനി ഒരു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓ വേറെ കാര്യമുണ്ട്, ഇതിന്റെ അടിയല്ല ഇനി നമുക്ക് വൃത്തിയാക്കി ഏകദേശം പുൽക്കൂടിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി എന്താ പരിപാടിയുള്ള? ഇനി ഒരു പാലം ഉണ്ടാക്കണം. കുറച്ച് പരിപാടികൾ ഇനി ഉള്ളൂ. നമ്മൾ വിചാരിച്ച നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിച്ചില്ലേ ഇവനെ.
അല്ലേ? ഈ പുല്ലുള്ളോണ്ടാ ഈ പുല്ലുള്ളാരും തീർന്ന അല്ല തീരുവൊന്നുമില്ല ഇത്. പക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യം 140 കണ്ടായിരുന്നു ഇതിന്. ഈ പ്രാവശ്യം 100 രൂപ ഉള്ളൂ വില കുറഞ്ഞതിന്റെ. അല്ല ഡിമാൻഡ് പോയെന്നേ ഈ പ്രാവശ്യം. അതേ സമയത്ത് നമ്മുടെ കിളിയുടെ തീറ്റ തീർന്നു പോയി. അപ്പൊ തീറ്റ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എല്ലാരും നോക്കിയേ കൊതിച്ചതെന്താ നോക്കിയിരിക്കുന്ന നോക്കിയാൽ കൊതിച്ച് 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 അവന്മാർ നോക്കിയാൽ പാവങ്ങളാട്ടോ. എന്നും രാവിലെ ഉമ്മാർ ഒച്ച ഉണ്ടാക്കി വിളിക്കും. അലാറത്തിന്റെ ആവശ്യമില്ല ഇവിടെ. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായതായതുകൊണ്ട് അവർക്ക് നമ്മളെല്ലാവരും അറിയാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ട് അറിയാം. അതേ സമയത്ത് നമ്മുടെ മേളിൽ കിളുത്തത് സാധനം എന്താ ഉള്ളത് എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കും കേട്ടോ. അതേ സമയത്ത് ഇവിടെ പരിപാടി നടക്കുമല്ലോ. ഇത് ഏതിന്റെ പശു വരുന്നത്? ഇതായിരുന്നു നമ്മുടെ പഴയ സാധനം. ഈ സാധനം ഒരിക്കലും ശരിയാവില്ല. ഇപ്പം പുതിയത് ഇത് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള സാധനം. ഇതും അത് ഒരു കമ്പനിയാ? ഇതേതാട്ടോ കമ്പനി? ഇത് പ്യൂരിറ്റ് എന്ന് പറയുന്നത്. പ്യൂരിറ്റ്. അതിന് സർവീസും കാര്യങ്ങളും കിട്ടൂല. നമ്മളെ കൊണ്ടുപോയി നോക്കട്ടെ. കൊണ്ടുപോയിട്ട് സെറ്റ് ആവണേ നമ്മൾ അയച്ചു തരാം. ആണോ? ഈ കാണുന്ന അക്വ അല്ലേ? ഈ കാണുന്ന അക്വ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പം വെക്കുന്നത്. ഇത് 10 ലിറ്റർ അല്ലേ? 10 ലിറ്റർ. 10 ലിറ്ററിന്റെ പ്യൂരിഫയർ. ഇത് എത്രയാ? 5 3 ലിറ്റർ. ഇത് കാണാൻ വൃത്തിയുണ്ടല്ലോ. വേറൊരു പ്രത്യേകതയുണ്ട്. ഇതൊന്നും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് നമുക്ക് വെള്ളം കാണാം. നമുക്ക് വീട്ടുകാർക്ക് തന്നെ ഒരു മാസത്തിലൊക്കെ ഇത് ഏത് വെള്ളം വെക്കുന്ന ഏത് സംഭവമാണല്ലേ ആ സാധനം നമ്മള് ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനകത്തൊരു പായല് പോലെ ഒരു ഇത് വരും. വെള്ളം കിടക്കുന്ന ഒരു സ്ഥലത്ത്. അന്നപ്പോ ഞങ്ങൾ പറയും പായലേ വിടാ പൂപ്പലേ വിടാന്ന് പറയും. നമുക്കൊന്നും ക്ലീൻ ചെയ്യില്ല. ഇവരോട് നമ്മൾ പറയും മങ്ങാതെ മങ്ങാതെ. ഇതിന്റെ അകത്ത് ക്ലീൻ ചെയ്യുന്ന സംഭവം ഇത് ഭയങ്കര പാടായിരുന്നു. ഇത് സിമ്പിൾ ആയിട്ട് ഊരിയെടുത്ത് ഈ ടാങ്കിൽ ഇങ്ങനെ ഊരിയെടുക്കാൻ നോക്കും. ഈ ജസ്റ്റ് താഴത്തോട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് ഇങ്ങനെ ഊരിയെടുത്ത് ടാങ്ക് മാത്രം കഴുകി തിരിച്ചു കയറ്റാം. അതാകുമ്പോഴത്തേക്ക് മെഷീൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിന് ടാങ്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് താഴത്തോട്ട് ഓട്ടോമാറ്റിക് ആണോ? മറ്റേ വെള്ളം ഓഫ് ആവും. വെള്ളം നിറയുമ്പോൾ ഓഫ് ആവും. ചേട്ടാ ഇതിന്റെ ഒരു വകവേഗം അല്ലേ നമ്മള് മോട്ടറിന്റെ അത് ഇട്ടാക്കുന്നത് അല്ലേ? ഈ സാധനമാണ് അതിന്റെ ചെറിയ സോറി ടാങ്കിൽ ഇട്ടാക്കുന്നത്. ഇതിന്റെ വലിയ സിസ്റ്റമാണ് ടാങ്കിൽ ഇട്ടാക്കുന്നത്. ഇത് അതിന്റെ ഫിൽറ്റർ അല്ലേ? അതാണ് ഫിൽറ്റർ. ഇതുണ്ട് ഈ സെയിം ഫിൽറ്റർ പോലത്തെ വേറെ ടൈപ്പ് ഫിൽറ്റർ ആണ് ഇതിന്റെ കേട്ടോ. അപ്പൊ വലിയ കംപ്ലൈന്റ് വരികയല്ലേ മെഷീൻ? ഇത് ഒരു വർഷം ആകുന്നതിന് മുമ്പ് പോയിട്ടാ? ഒരു വർഷം കഴിഞ്ഞാണോ? ഇല്ല, ഒരു വർഷം 6 മാസം ആയപ്പോഴത്തേന് ഈ സാധനം പോയി കഴിഞ്ഞ് നമ്മൾ അവരെ കുറെ വിളിച്ചു, വന്നില്ല. അവസാനം ചേട്ടനാണ് നമുക്ക് ചെയ്തു തന്നത് അല്ലേ? ഇത് കുറെ ലാസ്റ്റ് നടപടി ആയില്ല. ഇപ്പൊ എന്നെ പ്രശ്നം വെച്ചാൽ വെള്ളം നിറയും, ഓവർഫ്ലോ ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കൂല. അപ്പൊ അതിന്റെ ആ സാധനം കംപ്ലൈന്റ് ആയത് ചേട്ടൻ കാണിച്ചില്ലേ ആ സാധനം? ആ സാധനം കംപ്ലൈന്റ് കുറവുള്ള സാധനം എടുക്കാൻ വേണം നോക്കാനായിട്ട്. ഇതിനകത്ത് മൊത്തം ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സംഭവമുണ്ട്. ഇത് ഇലക്ട്രോണിക്സ് ബോർഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പണിയായിട്ട് ടെക്നീഷ്യന്മാരുണ്ടാകത്തില്ല. അതാണ് സംഭവം. ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അവന് കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും. ബോർഡ് ആകുമ്പോൾ അവര് കമ്പനിയിൽ നിന്ന് സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ? അതേ സമയത്ത് നമ്മൾ മുളപ്പിക്കാനിട്ട സാധനം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് ഒരു ചെറിയ സെറ്റപ്പ് ആക്കി എടുക്കും അല്ലേ? ഏതാ ഇത്? എനിക്ക് അതിന്റെ കാര്യം മാത്രം ഒരു ഡൗട്ടുള്ളൂ. കിളുക്കൂല. ഇത് കിളുക്കും. പിന്നെ അത് കട എടുക്കാൻ പറ്റും. പക്ഷെ ഇത് കിളുപ്പ് അത്ര ഒക്കൂല. ഇത് ഇത്ര ആയത് കണ്ടില്ലേ? ഇതാവൂല. എനിക്ക് തോന്നില്ല. പൂപ്പലും കയറി പിടിച്ചതിന്. കടുവും മാത്രം പിടിച്ചു, തനയും പിടിച്ചില്ല. എനിക്ക് തോന്നുന്നത് ഇതിന്റെ മേളിൽ കൂടെ ഇച്ചിരി കൂടെ മണ്ണിട്ട് കൊടുത്ത് ഇത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇതിന്റെ മേളിൽ കൂടെ ഇച്ചിരി മണ്ണിട്ട് കൊടുക്കുവാണേല് ഇത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതാ ഇപ്പൊ ഇതെന്നെ ഇത് പുൽക്കൂട് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുവോ? നോക്കൂ, ഫൈനലി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മെഷീൻ ഇതായിരുന്നു. ഇത് കംപ്ലൈന്റ് ആയിട്ട് ശരിയാക്കാൻ ഒരു വകുപ്പില്ല. പിന്നെ ഇത് അന്ന് അത്യാവശ്യത്തിന് പോയി ഞാൻ മേടിച്ചും കൂടെ കേട്ടോ. കാരണം ഇവിടെ വെള്ളത്തിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട്. അപ്പം ഇത് 3 ലിറ്ററിന്റെ ആയിരുന്നു. ഇത് മാറ്റിയിട്ട് ചേട്ടന്മാരിപ്പം ഈ സാധനം വെച്ച് വന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 ലിറ്റർ ആണ്. പിന്നെ ഇതിന്റെ ടാങ്ക് റിമൂവൽ ആണ്. പിന്നെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് വെള്ളം കിട്ടും. ഇത് ഫുൾ അല്ലേ? ഇതോ ഈ റെഡ് ഓണ് ഇതെന്നാ? ഓ ഗൈസ് നോക്കൂ, ഇതിപ്പം കണക്ഷൻ കൊടുത്തു. ഇതിന്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റപ്പ് ചെയ്തു. അതായത് ഇതുപോലത്തെ എന്തെങ്കിലും, അതായത് നമ്മുടെ വീട്ടിൽ വെച്ചങ്ങനെ എന്തെങ്കിലും വർക്കുണ്ടോ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ചേട്ടന്റെ നമ്പർ ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോയുടെ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉപകാരപ്പെടും. നല്ല റേറ്റ് കിട്ടും. നമ്മുടെ വീഡിയോ അന്ന് ചെയ്തപ്പോൾ തന്നെ ചേട്ടന് 10-30 വർക്ക് അല്ലേ? 10-30 വർക്ക് അടുത്ത് ചേട്ടൻ ചെയ്തു. അപ്പൊ അവിടെ എന്നാ പറയുക, നമ്മുടെ ഇവിടെ ഇപ്പൊ അല്ലേ? ഗൈസ് അല്ലേ? അതായത് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവർ കറക്റ്റ് മെയിൻ്റെനൻസിനും വരും. ഇപ്പൊ കറക്റ്റ് വെച്ച് 1 വർഷമായി. ആ 1 വർഷം ഇവർ മെയിൻ്റെനൻസിനും വന്നു. പിന്നെ അതുപോലത്തെ കാര്യങ്ങളൊന്നും പേടിക്കണ്ട. കറക്റ്റ് പക്ക കാര്യങ്ങളിടും. ചേട്ടന്മാര് അന്ന് എത്ര പേരുണ്ടായിരുന്നു അല്ലേ? ഗൈസ് നോക്കൂ, ഇവരുടെ വീട് കറക്റ്റ് ആലപ്പുഴയാണ്. ഗൈസ് നോക്കൂ, അപ്പൊ എന്തെങ്കിലും ഇതുപോലത്തെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാം അല്ലേ? ഇനി അടുത്ത വർഷം നമുക്കൊരു പ്രഷർ പമ്പ് പ്ലാൻ ചെയ്യാം.
ഷവറിനൊക്കെ പ്രഷർ കൂട്ടുന്ന സിസ്റ്റം, ചെറിയ ടാപ്പ് തൊട്ട് ഫുൾ വീട് ചെയ്യാവുന്ന സിസ്റ്റം വേറെ സെറ്റപ്പ് ചെയ്യാം. എല്ലാം എത്ര ടാപ്പാണ് ഇപ്പൊ ഓഡിറ്റോറിയങ്ങള്, ഹോസ്പിറ്റലുകൾ, അങ്ങനെ എന്തുള്ള നമുക്ക് ചെയ്യാം അല്ലേ? ഓ ഗൈസ് നോക്കൂ, അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഇനിയിപ്പം പുൽക്കൊണ്ട് പരിപാടി വരുന്നത് അതൊക്കെ തീർക്കണം, ഓരോന്നായിട്ട് ചെയ്ത് തീർക്കും കേട്ടോ.